നമുക്ക് അലൂമിനിയം ഷീറ്റിൽ സ്റ്റോൺ ചെയ്തിട്ട് വരുന്നതാണ്. നമ്മൾ സാധാരണക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസും അളവിലുണ്ടോ, നിശ്ചിത അളവിൽ കൂടുതലോ കുറയാതെ നോക്കി ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രൊഡക്റ്റും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോ നമ്മുടെ തിരൂർ XSM പോളിടെക്നിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് XSM പോളിടെക്നിക്കിലാണ്, അതായത് സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൻ്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത്. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സിവിൽ എക്സ്പോ 2025, അതായത് ബിൽഡ് പ്രോ എക്സ്പോ 2025 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നേരെ അങ്ങോട്ട് പോകാം. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് തിരൂർ XSM പോളിടെക്നിക്കിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അതായത് XSM പോളിടെക്നിക്കിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് പോകാം. അതിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു നോക്കാം. എൻ്റെ പേര് ഫൈസൽ കാടേങ്കൽ. ഞാൻ ലെൻസ്ഫെഡ് തിരൂർ ഏരിയ പ്രസിഡൻ്റാണ്. ഈ ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോയുടെ ചെയർമാൻ കൂടിയാണ്. XSM പോളിടെക്നിക്കിൽ നടക്കുന്ന സിവിൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് ബാബു. തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൽ സിവിൽ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1962 മുതൽ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ എടുത്ത ഏതാണ്ട് 62 ബാച്ചുകളുടെ ഒരു മഹാസംഗമമാണ് ഇവിടെ നടക്കുന്നത്. ആ സംഗമത്തിൻ്റെ ഭാഗമായി ജനുവരി 24, 25, 26 തീയതികളിൽ വിവിധ പരിപാടികളോടുകൂടി ആ ഒരു മേള എന്ന് തന്നെ പറയാം ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സിൻ്റെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ലെൻസ്ഫെഡ് സംഘടിപ്പിക്കുന്ന ഈ എക്സ്പോ ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ശീതീകരിച്ച എക്സ്പോ ഹാളിൽ ഏകദേശം 65ഓളം സ്റ്റാളുകൾ, വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്നത് നമ്മുടെ നിർമ്മാണ രംഗത്തുള്ള വിവിധ തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനവും അതിനൂതനമായിട്ടുള്ള നിർമ്മാണ രീതികളും അത് സംബന്ധിച്ചുള്ള പ്രദർശനവും അതിൻ്റെ വിശദീകരണങ്ങളും മറ്റുമാണ് ജനങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാവുന്നത്. ധാരാളം ജനങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് ധാരാളം ജനങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇനി നാളെ ഇതിനേക്കാൾ വലിയൊരു ക്രൗഡാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും വലിയ ഒരു സംരംഭമായിട്ട് ഇത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പോളിടെക്നിക്കും അതേപോലെ തന്നെ ലെൻസ്ഫെഡും കൂടി നടത്തുന്ന ഈ ഒരു എക്സ്പോൻ്റെ കാഴ്ചകളും അതേപോലെ തന്നെ ഇതിലുള്ള കുറേ കാര്യങ്ങളും നമ്മൾ ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ച് പോകട്ടെ. ഇതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഭാവിയിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള, അത് ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് ഫിനിഷിംഗ് ലെവൽ വരെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു അവബോധം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചും അവർ നാളെ ഫീൽഡിൽ ഇറങ്ങേണ്ട ആളുകളാണ് എന്നുള്ള നിലയ്ക്ക്. അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിർമ്മാണം നടത്തുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്ക ആളുകളും. ഒരു ലൈഫിൽ 1 or 2 കൺസ്ട്രക്ഷൻ നടത്താട്ടെ, വീടുകളോ ബിൽഡിങ്ങുകളോ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള നല്ലൊരു അറിവുണ്ടാവണം. അത് ഗുണമേന്മയുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ വിലകളെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 60-ൽ പരം സ്റ്റാളുകൾ പറഞ്ഞാൽ 100-ലധികം മെറ്റീരിയൽസുകളായിരിക്കും. 100-150ഓളം മെറ്റീരിയൽസ് ചുരുങ്ങിയത് പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കല്ല്, സിമൻറ്റ് മുതൽ കമ്പി, ഇതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസുകളാണ്. ഇവ മുതൽ ഫിനിഷിങ്ങിന് ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്, റൂഫിംഗ് മെറ്റീരിയൽസ് വരെ, അതുപോലെ ഇൻറ്റീരിയറിന് ഉപയോഗിക്കുന്ന പ്ലൈവുഡ്സ്, മറ്റു ഇൻറ്റീരിയർ മെറ്റീരിയൽസ് എല്ലാം
ഒക്കെ ആർക്കിടെക്ചറൽ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തിരൂർ ഏരിയ ലെൻസ്ഫെഡും നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് SSM പോളിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കൂടിയിട്ടാണ് ഈ മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കുന്ന പ്രധാനമായിട്ട് തിരൂർ ഏരിയ ലെൻസ്ഫെഡ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കും. ഇപ്പോൾ ആളുകളൊക്കെ പല രീതിയിലുള്ള മെറ്റീരിയൽസ്, സിമൻ്റ് ആവട്ടെ, കമ്പി ആകട്ടെ, എല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു, കാരണം നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താം. അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ലാബ് വരെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഊരാലുങ്കൽ സൊസൈറ്റിയുടെ ഒരു ഉണ്ട്. അവിടെ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും വെള്ളം മുതൽ സിമൻറ്റ്, കമ്പി എല്ലാ കാണാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം പരിശോധിക്കുന്ന ലാബ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അവരുടെ ഒരു ലാബിൻ്റെ ഒരു മോഡലും അതിൻ്റെ ഒരു സ്റ്റാളും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു സ്റ്റാളാണത്. ഇപ്പോൾ എല്ലാം വെള്ളത്തിൻ്റെ ഗുണനിലവാരം അറിയുന്നതിന് വേണ്ടി അത് എല്ലാ ടെസ്റ്റുകളും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ A to Z ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു ലാബാണ്. അത് ഏറ്റവും മെഷീൻ്റെ പേര് സ്പെക്ട്രോസ്കോപ്പിലെ സ്പെക്ട്രോമീറ്റർ എന്ന് പറയും. ഇപ്പോൾ TMTയുടെ ബില്ലറ്റിൻ്റെ ക്വാളിറ്റി, കെമിക്കൽ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. നമ്മൾ അയനോറ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് റാൻഡമായിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് ഓരോ സാമ്പിൾ സെലക്ട് ചെയ്ത് എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും അളവിലുണ്ടോ, നിശ്ചിത അളവിൽ കൂടുതലോ കുറയാതെ നോക്കി BIS സ്റ്റാൻഡേർഡ് പ്രകാരം ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ. മാബിൾ ലാൻഡ്, അതായത് മാങ്ങാട്ടി ട്രേഡ് ലിങ്ക്സ് മാബിൾ ലാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സ്റ്റാൾ ഇവിടെ ഉള്ളത്. നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് കുറേ പ്രൊഡക്റ്റുകളുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ടൈൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മളെല്ലാ ടൈൽസിനും ഡിസ്പ്ലേ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്വേ ടൈൽസാണ്. ഇപ്പോൾ ഇത് നമുക്ക് കിച്ചൺ ഏരിയയിൽ, ബാക്ക് സ്പ്ലാഷ് ഏരിയയിലേക്ക്, ഡാഡോസിലേക്കൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേമാതിരി തന്നെ ബാത്റൂമിലെ ഹൈലൈറ്റ് വാള്, ഇതൊക്കെ നമുക്ക് ഈ ഐറ്റം ടൈല് കൊണ്ട് നമുക്ക് ലേ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ടാങ്ക്സ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ടിയാറ 304 വാട്ടർ ടാങ്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് 500 ലിറ്റർ മുതൽ 5000 ലിറ്റർ വരെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. എൻജിനീയേഴ്സിനാണെന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുതിയ മെറ്റീരിയൽസ് പരിചയപ്പെടാം. അതുപോലെ പുതിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ഷൻ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ സാധാരണ ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർടൈൻ ചെയ്യാൻ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. അതേപോലെ പിന്നെ രാത്രി കലാപരിപാടികളുണ്ട്. എല്ലാവരും വരിക, ഈ സംരംഭം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. നമ്മളിത് റിസ്റ്റോ സോളാർ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ഒരു കമ്പനിയാണ്, സോളാറിൻ്റെ കമ്പനിയാണ്. അപ്പം നമ്മളെ ഓൺ ബ്രാൻഡാണ് EV 5 ചാർജ് എന്ന് പറഞ്ഞാൽ. ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്, EV ചാർജിങ്, DC ചാർജിങ് ആണ്, അതിൻ്റെ മെഷീനാണ്. ഇത് ശരിക്കും 60 കിലോവാട്ടിൻ്റെ മെഷീനാണ്. അതിൽ 2 ഗണ്ണാണ്, 30 അങ്ങനെ 60. ഇത് ശരിക്കും ഒരു കാറ് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 70 to 80% ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു മണിക്കൂർ, ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫുള്ള് ചാർജ് ആവും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ കൊമേഴ്ഷ്യൽ സെഗ്മെൻ്റാണ്. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ഥലത്ത്, അതായത് ഹോട്ടൽ, ഹോസ്പിറ്റൽ, മാളുകൾ, അവിടെയൊക്കെ സ്ഥാപിക്കുക. ഇത് ശരിക്കും വരുന്നത് ഒരു ആവറേജ് ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ ഒരു 13 ലക്ഷം റുപ്യാണ് വരിക. 13 മുതൽ 16 വരെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വേറെ വരാണ്ട്, ബാക്ക് ആൻഡ് പ്രോസസ്സും നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് കസ്റ്റമർക്ക്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബാണ്. 100 വർഷം പഴക്കമുള്ള യൂരാലിങ്കൽ സൊസൈറ്റിന് സബ്സിഡറി കമ്പനിയാണ് വരുന്നത് മാറ്റർ ലാബ് എന്ന് പറയുന്നത്. നമ്മൾ 4 ലാബാണ് മെയിനായിട്ട് വരുന്നത്: ജിയോ ടെക്നിക്കൽ, സിവിൽ, കെമിസ്ട്രി, അതുപോലെ മെറ്റലർജി. അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇന്ന് ക്വാളിറ്റി പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടാണ് മാറ്റർ ലാബ് എന്നുള്ളൊരു മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് നിലകൊള്ളുന്നത്. നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അതേപോലെ ഗുജറാത്തിൽ, പിന്നെ ലക്ഷദ്വീപിൽ, പിന്നെ മാൽദീവ്സിൽ, ഇത്രയും സ്ഥലങ്ങളിൽ മാറ്റർ ലാബ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡായി നമ്മൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് കാണുന്ന പോലെ കുടിവെള്ളത്തിൻ്റെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മാറ്റർ ലാബിൽ സൗകര്യങ്ങളുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ പല പാരാമീറ്റേഴ്സിന് ഏകദേശം 13ഓളം പാരാമീറ്റേഴ്സ് മാറ്റർ ലാബിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ സാധാരണ ജനങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ അവരൊരിക്കലും പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് അവർ വാങ്ങുന്ന മെറ്റീരിയലിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് മാറ്റർ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മുടെ ഷോപ്പ് തിരുനാവായ ഡിസൈനേഴ്സ് ഗാലറിയ. ഞങ്ങൾ നിലവിലുള്ളൊരു സ്ഥാപനം, മീൻസ് ഒരു 10 വർഷത്തിന് മുമ്പ് നിലവിലുള്ള സ്ഥാപനമാണ്. ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട A to Z സാധനങ്ങൾ ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
മീൻസ് പ്ലൈവുഡ് മൾട്ടിവുഡ് മുതൽ അതിൻ്റെ എൻഡ് ലെവൽ നമ്മളൊരു വീടിൻ്റെ ഇൻറ്റീരിയർ ലെവലിൽ ലാസ്റ്റ് എത്തുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ എന്തെല്ലാം സാധനങ്ങൾ വേണോ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലൈവുഡ് മൾട്ടിവുഡ് അതിൻ്റെ പ്രസ്സിംഗ് വർക്ക്, ലാമിനേഷൻ, മൈക്ക, അക്രിലിക്, ലൂവേഴ്സ്, ചാർക്കോൾ ലൂവർ, ചാർക്കോൾ പാനൽ, ഫാബ്രിക് പാനൽസ്, പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. ഹൈവെൽ എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻറ്റ് കമ്പനീൻ്റെ ഒരു സ്റ്റോളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഒരുപാട് പെയിൻറ്റുകളൊക്കെ ഉണ്ടല്ലേ? ഏതൊക്കെയാണ് ഉള്ളത് ഒന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 12 വർഷമായി. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഒന്നും കൂടി കൊണ്ടുവരികയാണെങ്കിൽ കാണിക്കാം. നമ്മൾ റൂഫിന് മീനുണ്ട് ഇതിൽ. ഇത് റൂഫിന് അടിക്കുന്ന മെറ്റീരിയലാണ് ഡാം പ്രൂഫ് എന്ന് പറഞ്ഞാൽ. ഡാം കീപ്പർ എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏഷ്യനൊക്കെ ഡാം പ്രൂഫിന് ഇക്വലൻ്റായിട്ട് വരുന്നതാണ്. നമ്മൾ 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊരു ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 3 കോട്ട് അപ്ലൈ ചെയ്തിട്ടതാണ്. ഇത് വിത്ത് ലേബർ 5 വർഷം നമ്മൾ കൊടുക്കും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ടൈൽ കോട്ട് വരുന്നുണ്ട്. ഇത് 5 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി വരുന്നത് ബാലുശ്ശേരി കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് നമ്മുടെ കമ്പനി വരുന്നത്. ഫാക്ടറിയും പേരാണ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഹൈവെൽ പെയിൻറ്റ്സ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അതെ, താങ്ക് യു, വെൽക്കം. നമ്മൾ ഷാബാൻ കർട്ടൻസ് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ എല്ലാ വർക്കും ചെയ്യും. ഇതൊരു പുതിയ വെറൈറ്റി കർട്ടനാണ്. അണികൊമ്പ് ഇതിൻ്റെ പേര്. ഹീറ്റ് കമ്മിയായി കിട്ടും. പിന്നെ ക്ലീൻ ചെയ്യാൻ വളരെ സുഖമാണ്. പിന്നെ ഇത് കിച്ചൺ ബ്ലൈൻസ് ആണ്. ഇത് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. പിന്നെ ഇതുള്ളത് ബ്ലൈൻസ്. പിന്നെ നമ്മൾ ലോങ് കർട്ടനൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലോത്തിൻ്റെ ലോങ് കർട്ടനൊക്കെ, വാൾപേപ്പർ എല്ലാം ചെയ്യുന്നുണ്ട്. കടൻ്റെ പേര് ഷാബാൻ കർട്ടൻ. 10 വർഷമായിട്ട് ഫീൽഡിലാണ്. പിന്നെ സീഫാം ബെസ്റ്റിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ലോങ് ടൈം യൂസ് ചെയ്യാനും ലോങ് ടൈം കസ്റ്റമറാണ് നമ്മൾ മെയിൻ. നമ്മൾ ഈ ഒരു എക്സ്പോക്ക് വന്നത് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്റ്റോളാണിട്ടത്. നമ്മളെ കിൻഷിപ്പിൻ്റെ സ്റ്റോളാണിത്. കിൻഷിപ്പിൻ്റെ മുത്തുകളെല്ലാവരും ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് പരിപാടി? അച്ചാറാണ്, അടിപൊളി. നല്ല അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാറുണ്ട്, മക്കാനി പിക്കിൾസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടിപൊളി അച്ചാറാണ്. പിന്നെ ഇവിടെ അത് ഇറാനി മോഡൽ നിസ്കാര കുപ്പായാണ്. അത് നിസ്കാര കുപ്പായുണ്ട്. പിന്നെ ടോപ്പ് മാക്സി, ചവിട്ടിയുണ്ട്. അതുപോലെ ഉടുപ്പുണ്ട്, ഫ്രോക്ക് ഉണ്ട്. എന്താ പറയുക? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു എക്സ്പോക്ക് വരുന്നവർ, എക്സ്പീരിയൻസിന് വരുന്നവർ ഈ സ്റ്റോളിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാം. ഇത് കിൻഷിപ്പിൻ്റെ മക്കളുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നമുക്ക് കാസ്ട്രോയുടെ തന്നെ മെയിൻ പ്രീമിയം ക്ലേ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് കാസ്ട്രോയുടെ സെറാമിക് ടൈൽ വരുന്നത്. ഇത് നമുക്ക് 40% ക്ലേ മിക്സിങ്ങുള്ള സാധനമാണ്. നമുക്ക് മറ്റ് സെറാമിക് കൊണ്ട് അപേക്ഷിച്ചിടത്തോളം ചൂട് കുറവായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് വെയിറ്റിൽ ചെറിയ കമ്പാരിഷനിൽ കുറവായിരിക്കും. നമുക്കിതായാലും വ്യത്യസ്ത കളറുകളായിട്ട് ആൻറ്റിക് റെഡ്, സ്റ്റീൽ ഗ്രേ, അതുപോലെ തന്നെ ഫ്ലാറ്റ് ടൈലാണെങ്കിൽ അത് വരുന്നുണ്ട്. പിന്നെ റോമൻ സീരീസിലാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് വൈറ്റ് ടൈൽ. പിന്നെ നമുക്ക് റെഡ് ക്ലേ സീരീസ് ആണെങ്കിൽ സജാട്ടിലിൻ്റെ ബ്രസീൽ മെയ്ഡ് ആയിട്ടുള്ള ക്ലേ മിക്സിങ് വരുന്ന ടൈൽ വരുന്നുണ്ട്. 100% ക്ലേ ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റോൺ കോട്ടഡ് ഷീറ്റാണ് വരുന്നത്. ഇതാണെങ്കിൽ നമുക്ക് അലൂമിനിയം ഷീറ്റിൽ സ്റ്റോൺ ചെയ്തിട്ട് വരുന്നതാണ്. നമ്മൾ പർലിങ് അടിച്ചിട്ട് സ്ക്രൂ ചെയ്യുന്ന ടൈപ്പാണ്. പിന്നീട് വരുന്നത് നമുക്ക് ഷിംഗിൾസാണ് വരുന്നത്. പിന്നെ നമുക്ക് റെയിൻ കട്ടറാണ് വരുന്നത്. UPVC 5 ആണ് വരുന്നത്. വെയിൽ കൊണ്ട് ബെൻഡാവും അങ്ങനത്തെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ ആണ്. നമ്മുടെ UPVCയുടെ ഫാക്ടറി വരുന്നത് മംഗലത്താണ്, തിരൂർ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡിങ് ഡോറ്, കേസ്മെൻറ്റ് ഡോറ്, ഓപ്പൺ സാധാരണ പാനൽ ഡോറ്, ഗ്ലാസ് ഡോറ് അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഫിക്സഡ്, അത് ഈ സ്ലൈഡിങ്ങിൽ തന്നെ 3 ട്രാക്ക് 2 ട്രാക്ക്. ഇതിപ്പോൾ വരുന്നത് 2 ട്രാക്കാണ്. ഇതിനകത്ത് 2 ചാനലും 2 പാളിയാണ് വരുന്നത്. അതുപോലെ ഇതേ സാധനത്തിൻ്റെ തന്നെ നമുക്ക് 3 ട്രാക്ക് വരുന്നുണ്ട്. അതിനാകുമ്പോൾ 3 പാളി ഉണ്ടാവും. കൂടുതൽ വലിയൊരു കോട്ടയാട് അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ചാനലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന കേസ്മെൻറ്റ് ഡോർസാണ് വരുന്നത്. കേസ്മെൻറ്റ് ഡോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഗ്ലാസ്സിലും ചെയ്യാൻ പറ്റും, അതേപോലെ പാനലിലും ചെയ്യാൻ പറ്റും. സാധാരണ ബാത്റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫുള്ള് പാനലിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിൽ വരും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് കേസ്മെൻറ്റ് ചെറിയ വിൻഡോസുകൾ, ഓപ്പൺ സാധാ വിൻഡോസുകൾ. അതിനകത്ത് നമ്മൾ ഇതിപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. ഇതിനകത്തിപ്പം ഈ വിജാഗിരി ഒക്കെ ആണെങ്കിൽ നമുക്കിത് തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ ലോ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഉള്ള സംഭവമാണ് ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. നമ്മളിപ്പോൾ ബീച്ച് സൈഡ് അങ്ങനത്തെയൊക്കെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മരമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുറന്നങ്ങ് പോകും, അവിടെ ഇരിക്കില്ല, കാറ്റത്തിരിക്കില്ല, പിന്നെ തുരുമ്പെടുക്കും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളൂ, റെസ്റ്റ് കൊറീഷൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വരുന്ന ഫിക്സഡ്, ഇതൊക്കെ മൂവബിളായിട്ടുള്ള
സ്ലൈഡിങ് ഓപ്പൺ വിൻഡ് അങ്ങനത്തെ സാധനം വരുന്നത്. പക്ഷേ നമുക്ക് ഫിക്സഡ് സാധനം വരുന്നുണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മേലത്തെ ഈ സാധനം ഇതുപോലത്തെ ഇതിൻ്റെ വലിയ സൈസ് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്യാനോ തുറക്കാൻ സ്ലൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതിനകത്ത് നമുക്ക് വരുന്നത് കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ UPC ബേസിക്കലി വൈറ്റ് ആണെങ്കിലും ഇത്ര വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ബേസ് കളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കളർ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ സെയിം ഒരു കളർ വരുന്നില്ലേ, അതാണ് അതിൻ്റെ ബേസ് കളർ വരുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് കോട്ടിങ്ങാണ് വരുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു കൂടുതലുണ്ട് ആ ലാമിനേഷൻ വരുന്നതിൻ്റെ. അല്ലെങ്കിൽ പൊതുവെ വൈറ്റാണ് ചെയ്യുന്നത്. ഇനിയിപ്പം അവിടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് മോഡലായി കാണുന്നത് ഇത് സാധാ ഒരു കേസ്മെൻറ്റ് വിൻഡോയുടെ പ്രൊഫൈലാണ് ഈ വൈറ്റ് കാണുന്നത്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ആ സ്ലൈഡിങ്ങിൻ്റെയാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ആ GI എന്ന് പറയുന്ന ഒരു സ്റ്റീൽ കൊടുക്കുന്നത്. അത് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമുക്ക് ഇതിനകത്ത് ടോട്ടലി വരുന്ന പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടൈപ്പ് പ്രൊഫൈൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത് സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ്, ഇത് സ്ലൈഡിങ്ങിൻ്റെ ചെറിയ വിൻഡോയുടെ സാക്ഷാണ്. പിന്നെ ഇതേ സാധനത്തിൻ്റെ തന്നെ ചെറിയ സാക്ഷി വരുന്നുണ്ട്. അതായത് കുറച്ച് വലിപ്പം കുറവുണ്ടായിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇൻവെൻ്റ ഒപ്റ്റിമ എന്ന് പറഞ്ഞ 2 സാധനം വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ ഇതാണ്, നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഭിത്തിയിലോട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത് കളറിന് മാത്രമേ. അതായത് റീപ്ലേസബിൾ, ഇത് ഹീറ്റ് കൊണ്ടോ മഴ കൊണ്ടോ ഉണ്ടാകുന്ന അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗ്ലാസുകൾ ഇടാൻ പറ്റും. നമുക്ക് ഈ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള 6Mോ ടഫനോ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിലുള്ള ഗ്ലാസ് ഇടാൻ പറ്റും. ഇത് ഭാരതി TMTൻ്റെ സ്റ്റാളാണ്. നമുക്കിപ്പോൾ 6M മുതൽ 32 വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൽ തന്നെ 6mm 550 ഡേവ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി നമ്മൾ ഭാരതി TMT ഉള്ളൂ. കമ്മിയോ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ മാത്രമേ നമ്മൾ മാത്രം ചെയ്യുന്നു, കേരളത്തിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ TMTൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് 40 അടി ഉണ്ടായിരിക്കും. മറ്റുള്ള TMT കേരള ബ്രാൻഡൊക്കെ 12 മീറ്ററേ ഉള്ളൂ. നമ്മൾ 12.20 നമ്മളത് വരുന്നുണ്ട്. കറക്റ്റ് 40 അടി ഉണ്ടാവും. അപ്പോൾ പണിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും. കട്ട് ചെയ്യുമ്പോൾ വേസ്റ്റേജ് കുറഞ്ഞ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ 6mm റിങ്ങാണ്. നമുക്കിപ്പോൾ റിംഗ് വരെ 6 വരുന്നുണ്ട്, 8 ഇത് കോമൺ ആയിട്ട് വരുന്ന റിങ്ങാണ്. ഇത് 6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ചില ആവശ്യക്കാർ 10mm നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇല്ല കോമൺ ആയിട്ട് ഉണ്ടാവില്ല. അത് ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ്, മറ്റുള്ള കമ്പനികൾ ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ എപ്പോഴും ഇപ്പോൾ TMT പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കമ്പിയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ഗ്രേഡ് വന്നിട്ടുള്ളത് നോക്കണം. ടാഗുമ്പോൾ പലത് എഴുതിയിട്ടുണ്ട്. ഈ 550D ആണ് നമ്മൾ ഗ്രേഡ് വരുന്നത്. അത് എപ്പോഴും TMT നോക്കണം. TMT എന്താണ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, അതാണ് നമ്മളിതിന് ശരിക്കുള്ള ഇത് വരുന്നത്. ഇത് പുതിയൊരു അറിവാണ്. ഇതേമാതിരി കുറേ ആൾക്കാർക്ക് പല സംഭവങ്ങളും അറിയാത്തതുണ്ടാവും. അപ്പോൾ അങ്ങനെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോക്ക് വന്നാൽ, ഈ ഒരു ഫെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിലിങ്ങനെ എഴുതിയത് ഇങ്ങനെ നോക്കിയിട്ട് ആക്കണം എന്നുള്ളത് പറയുന്നത്. താങ്ക് യു ബ്രോ. പിന്നെ വേറെ എന്താണ് നിങ്ങളതിൽ? ഇതാണ് നമ്മളെ 20mm TMTൻ്റെ സാമ്പിൾ പീസാണ്. 20mm നമുക്ക് 32 വരെ അവൈലബിൾ. ഇതിന് ഗ്യാപ്പ് ഇല്ലാത്തതാണ് 32 വെക്കാത്തത്. അതേപോലെ ഈ TMT എന്താ സംഭവം? TMT കോമൺ ആയിട്ട് പറയുന്നത് അത് മൊത്തം കമ്പികളെല്ലാം മൊത്തമായിട്ട് പറയുന്നതാണ്. അങ്ങനെ പറയല്ലേ? കാര്യങ്ങളെല്ലാം അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്നും നാളെയും അതേപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ, ഏത് ടൈപ്പ് ആളാണെന്നുണ്ടെങ്കിൽ, എഞ്ചിനീയേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരമാവുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് വരിക, ഈ ഒരു സ്റ്റോളൊന്ന് വിസിറ്റ് ചെയ്യുക, കണ്ടിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ.
SSM പോളിടെക്നിക്കിൽ ഈ ഒരു സിവിൽ ഫെസ്റ്റ് കാണാൻ വന്ന് നമ്മൾ ആ സിവിൽ ഫെസ്റ്റ് ഒരുവിധം കണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ. ഇവർ തിരൂർ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ പരിചയപ്പെട്ടത്. ഇവർക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആർട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്താ പേര്, ബ്രോൻ്റെ പേരെന്താ? റസാൻ അൽഫാസ് റസൽ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.